ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷത്തിൽ നമ്മൾ ആഘോഷപൂർവ്വം പറയുന്ന മനോഹരമായ ഒരു പദമാണിത്, വാക്യമാണിത്. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അത് 3 പ്രാവശ്യം ഉറക്കെ ആവർത്തിച്ച് പറയണമെന്നാണ് പറയുക. അതെ, കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് അപ്പസ്തോലന്മാരും ഭക്തസ്ത്രീകളും ശിഷ്യന്മാരും ഒക്കെ മനസ്സിലാക്കിയത് ശൂന്യമായ കല്ലറ കണ്ടുകൊണ്ടാണ്. കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ച കണ്ടുകൊണ്ടാണ്. അതിനേക്കാൾ കൂടുതലായി ഈശോ, ഉത്ഥാനം ചെയ്ത ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ഉത്ഥാനമില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസമില്ല, കത്തോലിക്ക വിശ്വാസമില്ല. അതെ, ഈശോ ഉത്ഥാനം ചെയ്തു. ആ ശൂന്യമായ കല്ലറ ഇപ്പോഴുമുണ്ട്. 2016 ഒക്ടോബർ 20 എൻ്റെ ഓർമ്മ. യൂട്യൂബിലുണ്ട്. കർത്താവിൻ്റെ ആ കല്ലറ, ശൂന്യമായ കല്ലറ, ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ആ സമയത്ത് അവിടെ വലിയൊരു പ്രകാശമുണ്ടായി. ഇന്നത്തെ ശാസ്ത്രീയമായ ഉപകരണങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു പ്രകാശം. അവിടെ സുഗന്ധമുണ്ടായി. അതെ, ശൂന്യമായ കല്ലറ ഇന്നും ഒരു സത്യമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ച, അതും ശാസ്ത്രം അത്യന്താധുനികമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ, AI രീതിയിലൂടെ പരീക്ഷണങ്ങൾ നടത്തി കൂടുതൽ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതല്ല, ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. കാരണം ആ ശരീരം പൊതിഞ്ഞ കച്ച ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അതെ, ഉത്ഥാനത്തിൻ്റെ തെളിവുകൾ ഇന്നും സജീവമായിട്ട് ശാസ്ത്രത്തിൻ്റെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഉത്ഥാനം ചെയ്ത ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്ന് തന്നെ രാത്രി ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാർക്കും ശിഷ്യന്മാർക്കും ഈശോ കതക് തുറക്കാതെ തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പൗലോസ്ലീഹായ്ക്ക് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സാവൂൾ പൗലോസായി. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവസാനം 500 പേർക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. അതെ, 500 പേർക്ക് ഈശോ, 500-ലധികം പേർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അതിനെക്കുറിച്ച് മരിയ വൽദോർത്തിയുടെ ദൈവമനുഷ്യ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ ഞാൻ പറയാനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുക, ഈശോ സത്യമായി ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ എന്ന് പറയുന്നത് വെറും ഒരു ആചാരമല്ല, വെറും ഒരു അനുഷ്ഠാനമല്ല. ചരിത്രത്തിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്ന, ശാസ്ത്രം തന്നിട്ടുള്ള തെളിവുകളുടെ വെളിച്ചത്തിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ശൂന്യമായ കല്ലറ ഇന്നുമുണ്ട്. ശരീരം പൊതിഞ്ഞ കച്ച ഇന്നുമുണ്ട്. ഈശോ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, അന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈശോ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്ഥാനം ചെയ്ത മിശിഹ ഇന്നും ധാരാളം പേർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. മരിയ വൽദോർത്തിയുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉത്ഥാനം ചെയ്ത മിശിഹ ധാരാളം പേർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക്, ഭക്ത സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് വേറെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പ്രത്യക്ഷപ്പെടൽ, ഉത്ഥിതൻ്റെ പ്രത്യക്ഷപ്പെടൽ, പ്രത്യക്ഷീകരണം ഇന്നും തുടരുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും തന്നെ മൊബൈലുകൾ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഉപയോഗിക്കണം, വാട്സപ്പുകൾ ഉപയോഗിക്കണം. എന്തിനാ? കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, കൂടുതൽ നന്നായിട്ട് ദൈവത്തിലേക്ക് അടുക്കാൻ, കൂടുതൽ സുവിശേഷ വേല ചെയ്യുവാൻ. അതെ, ഒരു മൊബൈലിലൂടെ അത് ഇന്ന് സാധിക്കും. തീർച്ചയായും മൊബൈലിലെ സ്വർഗീയ ഇടങ്ങളിലേക്ക് കയറി വരുന്ന പിശാച് തള്ളി കയറി വരുന്നുണ്ട്.
അതിൽ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളുണ്ട്, ജഡിഗതിയുടെ പേക്കുത്തുകളുണ്ട്. പക്ഷേ സ്വർഗത്തിലേക്കുള്ള ഒരു ഉപകരണം കൂടിയാണ് മൊബൈൽ. അതിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ വരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ വർഷങ്ങളിലെ ഈ നാളുകളിൽ ധാരാളം അക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം പണ്ഡിതർക്ക്, രാജാക്കന്മാർക്ക്, രാജകുമാരിമാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നു. ആശുപത്രികളിലെ ഹാർട്ട് അറ്റാക്ക് മൂലമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ മരിച്ചു പോകുന്ന വ്യക്തി 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവർ ഈശോയെ കണ്ടിട്ടാണ് വരുന്നത്, ഉത്ഥിതനെ കണ്ടിട്ടാണ് വരുന്നത്. അങ്ങനെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് അവർ അവരുടെ മതം ഉപേക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷെ അവർ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വാട്സപ്പുകളിൽ ഇതിൻ്റെ ധാരാളം സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി മതപണ്ഡിതർക്ക്, രാജകുമാരന്മാർക്ക്, രാജകുമാരിമാർക്കൊക്കെയാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുക. ഈ യുദ്ധത്തിൽ സന്ദർഭത്തിൽ പോലും നിങ്ങൾ വാട്സപ്പിലൂടെ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. ഇറാനിലെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 40ഓളം പേർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടെ ബോംബ് സ്ഫോടനമുണ്ടായി, അവരെല്ലാം വധിക്കപ്പെട്ടു. പക്ഷെ ഒരാൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ആൾ പറയുകയാണ്, അവിടെ ഈശോ പ്രത്യക്ഷപ്പെട്ടിരുന്നു, എല്ലാവർക്കും ഈശോയെ കാണാനായിട്ട് സാധിച്ചു, ഞാനും ഈശോയെ കണ്ടു. ആ സത്യം ലോകത്തോട് പറയാൻ വേണ്ടിയാണ് ദൈവം എന്നെ ജീവിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് പലരും വിശ്വസിക്കില്ല, ഇതൊക്കെ AI വഴി ഉണ്ടാക്കുന്നതാണെന്ന് പറയും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള പ്രത്യക്ഷപ്പെടലുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ട് പോലും അതിന് പീഡനങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചിട്ടും പലരും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല, വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതൊക്കെ ഭാവനയാണ്, ഹലൂസിനേഷനാണ്, മരിക്കാൻ പോയപ്പോൾ കണ്ട സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുകയാണ്. സാക്ഷ്യങ്ങളെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യമാണ്. അതായത്, നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ ദൈവത്തോട് പറഞ്ഞു, ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ഒന്ന് പറഞ്ഞു വിടണം. മരിച്ചവരിൽ നിന്ന് ഒരാൾ അവരുടെ അടുക്കൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ വിശ്വസിക്കും, അവർ മാനസാന്തരപ്പെടും. പക്ഷെ ദൈവം പറഞ്ഞു, അവർക്ക് പ്രവാചകരുണ്ടല്ലോ, പ്രവാചകരെയും പുരോഹിതരെയും ശ്രവിക്കാത്തവരെ. മരിച്ചവരിൽ നിന്ന് ഒരാൾ തിരിച്ചു ചെന്നാലും പറഞ്ഞാലും സാക്ഷ്യം വഹിച്ചാലും അവർ വിശ്വസിക്കുകയില്ല. അക്ഷരാർത്ഥത്തിൽ ഇതെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാളിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താം. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ എന്നുള്ളത് ഉറക്കെ പറയാനായിട്ട് സാധിക്കട്ടെ. സഭാ ചരിത്രത്തിൽ ഇന്നും സഭയിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം, കർദിനാളന്മാർക്ക് തെറ്റുപറ്റാം, മെത്രാന്മാർക്ക് തെറ്റുപറ്റാം, വൈദികർക്ക് തെറ്റുപറ്റാം. ശരിയാണ്, അതൊക്കെ മാനുഷികമായ വശങ്ങൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിക്കൊണ്ട് ചരിത്രത്തിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്ന, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള സത്യമാണ് ഈശോ മാത്രമാണ് സത്യ ദൈവം. സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. അത് പറയാൻ നമുക്ക് സാധിക്കട്ടെ. മാത്രമല്ല, ഇന്ന് ലോകം കീഴടക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന മുസ്ലിം സമൂഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈശോ ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷങ്ങളെ അംഗീകരിക്കാനും വിശ്വസിക്കാനും സാധിക്കാത്തവരെ ഓർക്കേണ്ടത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16:30. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആഴപ്പെടുത്താം, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് അഭിമാനം കൊള്ളാം. സഭയ്ക്ക് കുറവുകളും പോരായ്മകളും സഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളിലൂടെ ഉണ്ടായാൽ പോലും നമ്മുടെ വിശ്വാസത്തിന് അതിന് കളങ്കം വരുത്താൻ പാടില്ല. യൂദാസ് ഒതപ്പ് നൽകിയതിൻ്റെ പേരിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കളയേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഉത്ഥാനമാണ്. അതെ, ഈശോ സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. ഈശോ സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. ഈശോ സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ.